ഗ്രൗണ്ടിൽ നടക്കുന്ന സിറ്റി എക്സ്ചേഞ്ച് വെസ്റ്റേൺ യൂണിയൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മീഡിയ വൺ കിഫ് സൂപ്പർ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കം. പാലക്കാടിനെ തോൽപ്പിച്ച് നിലവിലെ ചാമ്പ്യന്മാരായ TGSV തൃശൂർ സെമിയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ ഹംസ ചേരുന്നു. ഫൈസൽ, എങ്ങനെയായിരുന്നു ഈ ഒരു പോരാട്ടം? സൂചിപ്പിച്ചതുപോലെ മത്സരം നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരം കളിച്ച ടീമാണ് TGSV. അന്ന് ജയത്തോടെ തുടങ്ങിയതാണ്. അപരാജിത കുതിപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരു ടീമാണ് എന്നുള്ള നിലയിൽ, മാത്രമല്ല നിലവിലെ ചാമ്പ്യന്മാരാണ് എന്നുള്ള പ്രത്യേകത കൂടി TGSVക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആധികാരികമായി തന്നെ മീഡിയ വൺ കിഫ് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ടീമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊപ്പം കിഫിന്റെ പ്രസിഡന്റ് ഷറഫി ഹമീദുണ്ട്. ഇത്തവണത്തെ ടൂർണമെന്റ് കൂടുതൽ ആവേശത്തോടു കൂടെ പുരോഗമിക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്നതാണ് TGSVയുടെ ഒരു സെമി ഫൈനൽ പ്രവേശം. താങ്കൾ ഒരു തൃശ്ശൂർക്കാരൻ കൂടിയാണ് അല്ലെ? അതെ, തീർച്ചയായിട്ടും. ഇവിടുത്തെ 11 ടീമും ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു. അതും തന്നെയല്ല, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞങ്ങൾ നോട്ട് ചെയ്തത് ഈ അവസാന ഘട്ടത്തിലേക്ക് വരും തോറും ആ ടീമിന്റെ ക്വാളിറ്റി ഒന്നും കൂടെ കൂടി വരുന്നതാണ്. ഇന്ന് ഗ്രൂപ്പിലെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള TGSVയും ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള പാലക്കാട് ടീമും തമ്മിലായിരുന്നു മത്സരം. പക്ഷെ ഇന്ന് ഗ്രൗണ്ടിൽ കാണാൻ കഴിഞ്ഞത് ഒന്നിനോടൊന്ന് മെച്ചമായിട്ടുള്ള മത്സരമാണ് എതിരാളികൾ കാഴ്ചവെച്ചത്. ആ രണ്ട് ടീമും നന്നായിട്ട് കളിച്ചു. എന്താ പറയാ, പാലക്കാടിന്റെ ഭാഗത്ത് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഗ്രൗണ്ടിൽ നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കാണികളുടെ ഒരു ആവേശം ഓരോ മത്സരത്തിലും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് നോക്കൌട്ടൊക്കെ എത്തിയപ്പോൾ ഇന്നിപ്പോൾ തന്നെ ഗ്യാലറി ഫുള്ളാണ്. അല്ല, ഈ ഒരു ആവേശം കിഫിന്റെ പ്രാവശ്യത്തെ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ട് ഞങ്ങളത് നോട്ടീസ് ചെയ്തതാണ്. കാരണം സാധാരണ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്രയും ഒരു ക്രൗഡ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സൂപ്പർ കപ്പിന്റെ ഭാഗമായിട്ട് മീഡിയ വൺ വന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഖത്തർ മലയാളികൾക്കിടയിൽ മീഡിയ വണ്ണിന്റെ ഒരു സ്വാധീനമുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ മലപ്പുറം KMCC മലപ്പുറം TGSVയെ പോലെ തന്നെ ടൂർണമെന്റിലെ ഒരു കരുത്തരായ ടീമാണ് ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്, മുന്നിലുമാണ്. എങ്ങനെയായി മത്സരത്തെ വിലയിരുത്തുന്നത്? മലപ്പുറത്തിന്റെ ഇന്നത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ നല്ല ശക്തരായിട്ടുള്ള മാക്കാണ് അവർക്ക് എതിർ ടീമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ മലപ്പുറം വളരെ ആവേശത്തിലാണ്, നല്ല മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ ഇപ്പോൾ ഹാഫ് ടൈം കഴിഞ്ഞു, 3 ഗോൾ അടിച്ച് അവർ മുന്നിട്ട് നിൽക്കുകയാണ്. ഓരോ മത്സരവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. കാരണം ഇവിടുത്തെ മീഡിയ ടീമിന്റെ ചുമതല കിഫിന്റെ ഭാരവാഹിയാണ്. അതോടൊപ്പം തന്നെ മീഡിയ ടീമിന്റെ ഒരു ചുമതല കൂടെ. തീർച്ചയായിട്ടും അപ്പൊ കഴിഞ്ഞ മത്സരം തന്നെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രതീക്ഷിച്ച ആ രീതിയിൽ തന്നെയാണ് പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള TGSV ആദ്യമായിട്ട് സെമിയിൽ കടന്നിട്ടുള്ളത്. പക്ഷെ ആ മത്സരത്തെ അവർ എതിർ ടീമായിരുന്ന പാലക്കാട് അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫുട്ബോളാണ് കാഴ്ചവെച്ചത്. നിർഭാഗ്യം കൊണ്ട് അവർക്ക് 2 ഗോളിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതാണ്. ഇനി നമ്മൾ വളരെ ആവേശത്തോടു കൂടിയുള്ള മത്സരങ്ങൾ തന്നെയാണ് ഇനി അടുത്ത ആഴ്ചയിൽ സെമിയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ദോഹയിൽ പിന്നെ ഒരു 5-6 പരിപാടി, വലിയ പരിപാടികളുണ്ട്. എന്നിട്ടും നമ്മുടെ ഗാലറി മുഴുവൻ ഫുള്ളാണ്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ്. അത്രയും ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ, ഫുട്ബോൾ പ്രേമികൾ ഈ ഫുട്ബോളിനെ ഏറ്റെടുത്തിട്ടുള്ളത്. അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയും ഇതുപോലെ തന്നെ സെമിയിൽ നമ്മൾ നല്ല ഒരു ഫുട്ബോൾ പ്രേമികളുടെ നല്ലൊരു സാന്നിധ്യം തന്നെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും തീർച്ചയായിട്ടും ഇത് പിന്നെ മീഡിയ വൺ ഇതിന്റെ ഈ സഹകരണത്തിന് വളരെയധികം നന്ദി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് മീഡിയ വൺ. ഈ മത്സരത്തിന്റെ തുടക്കം മുതൽ സൂചിപ്പിച്ചതുപോലെ നിറഞ്ഞ ഗ്യാലറിയാണ്. ഒരു പ്രവാസി ഫുട്ബോൾ ടൂർണമെന്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെയും കളിക്കുന്ന താരങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സമാപിച്ച സൂപ്പർ ലീഗ് കേരളയിൽ അടക്കം പന്ത് തട്ടിയ താരങ്ങളാണ് ഇവിടെ കളിക്കുന്നത്. അവർ വന്നാണ് ഇവിടെ ഗോൾ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അന്തർജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ശക്തിയുള്ള അതിന്റെ മേന്മയുള്ള ഒരു ടൂർണമെന്റ് തന്നെയാണ് മീഡിയ വൺ കിഫ് സൂപ്പർ കപ്പ് ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ദോഹ സ്റ്റേഡിയത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ നമുക്കറിയാം ജീവൻ മരണ പോരാട്ടങ്ങളാണ്. ഇന്ന് മലപ്പുറത്തിന്റെ കളി കൂടെ കഴിയുന്നതോടുകൂടി 2 ക്വാർട്ടർ ഫൈനൽ അവസാനിക്കുന്നു. സെമിയിലേക്ക് 2 ടീമാണ് എത്തുന്നത്. നാളെ കൂടെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളുണ്ട്. എന്തായാലും നാളത്തോടു കൂടെ സെമിയുടെ ചിത്രം തെളിയുകയാണ്. അടുത്ത വാരാന്ത്യത്തിൽ ഖത്തർ കാത്തിരിക്കുന്നത് ആരായിരിക്കും കലാശപ്പോരിന് യോഗ്യത നേടുന്ന ടീമുകൾ എന്നറിയാനാണ്. എന്തായാലും ഡിസംബർ 13
17-ായിരിക്കും ഫൈനൽ നടക്കുക. ആവേശത്തോടെ ഒരുപക്ഷെ ജില്ലാ ടീമുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നുള്ള നിലയ്ക്കും പ്രവാസ ലോകത്ത് ഒരു 11th ടൂർണമെന്റ് ഇത്രയും ആവേശകരമായി നടക്കുന്നു എന്നുള്ള നിലയ്ക്കും ഖത്തറിലെ ഫുട്ബോൾ ആരാധകർ, പ്രത്യേകിച്ച് മലയാളി ഫുട്ബോൾ ആരാധകർ, നമുക്ക് ഗാലറിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയും. മലയാളികൾ മാത്രമല്ല, ഖത്തറിലെ ഇതര ഫുട്ബോൾ പ്രേമികളും ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ഫുട്ബോൾ പ്രേമികളും ഈ മത്സരം കാണാൻ എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒരു പ്രാധാന്യം വലുതാക്കുന്നതും. ഫൈസൽ, അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും ഏതൊക്കെ ടീമുകളാണ് ഇനിയും പോരാടാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ ഇരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ 2 ക്വാർട്ടർ ഫൈനലുകളാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള ക്വാർട്ടർ ഫൈനലുകൾ, നാളത്തെ ക്വാർട്ടർ ഫൈനലിൽ എങ്ങനെയാണ് മത്സരങ്ങൾ? ആദ്യത്തെ മത്സരം നാളെ ഏതാണ്? നാളത്തെ ആദ്യത്തെ മത്സരം നാളെ ദിവ കാസർഗോഡും അതുപോലെ തന്നെ F40 തൃശ്ശൂർ, ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂർ എന്ന ടീമുമാണ് നാളെ ആദ്യത്തെ ക്വാർട്ടർ ഫൈനലിൽ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും അതും നല്ല KMCC കോഴിക്കോടും പിന്നെ ഏതായിരുന്നു അടുത്ത ടീം? KMCC കോഴിക്കോടും ഫ്രണ്ട്സ് ഓഫ് തൃശ്ശൂരും തമ്മിലാണ് ഫസ്റ്റ് മത്സരം ഉള്ളത്. രണ്ടാമത്തത് യുണൈറ്റഡ് എറണാകുളം, ദിവ കാസർഗോഡ്. അതെ, അതായത് നാളെയും കോഴിക്കോടൻ ടീമുകളുടെ പോരാട്ടമുണ്ട്, അതോടൊപ്പം തന്നെ തൃശ്ശൂർ ടീമുകളുടെ പോരാട്ടമുണ്ട്. നമുക്കറിയാം, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഫുട്ബോളിന്റെ ഒരു നാട് ആണ്. ആ ഒരു ടീമുകൾ കളിക്കുമ്പോൾ പ്രത്യേകിച്ചും ഗാലറിയിൽ വലിയ ആളനക്കം ഉണ്ടാകുന്നു, വലിയ ആവേശം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയൊരു മത്സരങ്ങളുടെ പ്രത്യേകത. സ്വാഭാവികമായും ആ മത്സരങ്ങൾക്കും ഇന്നത്തേതുപോലെ തന്നെ നിറഞ്ഞ ഗാലറികൾക്ക് മുന്നിൽ തന്നെയായിരിക്കും. തീർച്ചയായും മീഡിയ 1 കിഫ് സൂപ്പർ കപ്പ് പോരാട്ടങ്ങൾ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് ഫൈസൽ ഹംസയായിരുന്നു.